എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനിയെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാതെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം സിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് സക്രിയ. എന്നിട്ട് സക്രിയ ചോദിക്കുവാണ്, അവർ ഒരേ വണ്ടിയിലല്ലേ പോയത്, അന്നേരം കണ്ണും കണ്ണും എറിഞ്ഞ് പരസ്പരം പ്രേമിച്ച് കാണുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയും. അന്നേരം സക്രിയ ചോദിക്കുന്നുണ്ട്, സാറ് ഫ്രണ്ട് സീറ്റിലല്ലേ ഇരുന്നത്, ബാക്കിൽ എന്താ നടന്നതെന്ന് സാർ അറിഞ്ഞു കാണിയല്ലോ, സാറ് ശരിക്കും കാണിച്ചൊരു പൊട്ടത്തരമല്ലേ, അങ്ങനെ പോണെങ്കിൽ തന്നെ നന്ദു മേഡത്തെ ഒഴിവാക്കി സാറ് വേണ്ടായിരുന്നു അവനെ കൊണ്ടുപോകാൻ. അങ്ങനെയാകുമ്പോൾ മജിസ്ട്രേറ്റ് ഇന്ന് ജാമ്യം കൊടുക്കത്തുമില്ലായിരുന്നു, അവൻ ജയിലിലാകുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് അവൻ ജയിലിലുള്ള സമയത്ത് സാറിൻ്റെ വിവാഹ നിശ്ചയം അങ്ങ് നടത്തുകയും ചെയ്യായിരുന്നു. അന്നേരം പകുതി കല്യാണം ആയേനെ. അങ്ങനെയൊക്കെ അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, പിന്നെ നാളെയാണെങ്കിലും അവന് ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല, അവൻ റിമാൻഡ് ചെയ്യപ്പെടും. ആ സമയത്ത് എങ്ങനെയെങ്കിലും വിവാഹ നിശ്ചയം നടത്തണം എന്ന് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് സക്കറിയോട് പറയുന്നുണ്ട്, നന്ദു ഒരിക്കലും അനിയുടെ സെല്ലിൻ്റെ അങ്ങോട്ട് പോകരുത്, അവന് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ നടത്തി കൊടുക്കണം, നന്ദുവിനെ അങ്ങോട്ട് അടുപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ, സാറ് പറഞ്ഞില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും, അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഉപദേശമായിട്ട് ഞാനിങ്ങ് വരുന്നത്, സാറിൻ്റെ സീനിയർ ആണെങ്കിലും അനുഭവ സമ്പത്ത് കൊണ്ട് എനിക്ക് ഒരുപാട് അറിവുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറിന് പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് സുഖിപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ആകെ വിഷമിച്ചിരിക്കുവാണ്, അനി ജയിലായതുകൊണ്ട്, അല്ല പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് ആകെ വിഷമിച്ചിരിക്കുവാണ്. അന്നേരം ജാനകി അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് ദേവയാനിയെ കുറ്റപ്പെടുത്തുവാണ്. ദേവയാനിയോട് പറയുവാണ്, എൻ്റെ മകൻ ഇപ്പം പോലീസ് സ്റ്റേഷനിലാണ്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം ആദർശാണ്, എന്നിട്ട് അവനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുവാണ്. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, ആദർശ് എന്ത് ചെയ്തെന്നാണ് നീ ഈ പറയുന്നതെന്ന്. അന്നേരം ജലജ പറയുവാണ്, ആദർശ് നയനെ വിവാഹം ചെയ്തതുകൊണ്ടാണ് നന്ദു ഈ വീടുമായിട്ട് ബന്ധം വന്നത്, അതുകൊണ്ടാണ് അനി നന്ദുവിനെ കണ്ടത്, അങ്ങനെയല്ലേ പ്രശ്നങ്ങളെ തുടക്കം എന്ന് പറയുക കേട്ടോ. എന്തൊക്കെ പറഞ്ഞു വയ്ക്കുമോ എന്തോ. ഏതായാലും ജാനകി കുറ്റപ്പെടുത്തുന്ന ദേവയാനിയെ, ഏട്ടത്തിക്ക് അവന് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി ഒന്നും ചെയ്യുന്നില്ല, ഏട്ടത്തി ഇവിടെ തന്നെ ഇരിക്കുവാണ്, എൻ്റെ കുഞ്ഞ് ജയിലിലേക്ക് പോകും, അതും കാണേണ്ടി വരും, അനാമിക ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷം അതിന് സൗകര്യം കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആ കൊച്ച് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്, ഇപ്പോൾ ഈ അവസ്ഥയിലൊക്കെ എത്തിയില്ലേ എന്ന് പറഞ്ഞ് ചുമ്മാ കുറ്റപ്പെടുത്തുവാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, അനാമികയുടെ കാര്യം നീ എന്നോട് പറയണ്ട, അവൾ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഏതായാലും ഞാൻ സ്റ്റേഷനിലോട്ട് പോവുകയാണ്, എങ്ങനെയെങ്കിലും അനിയെ ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് പോകുന്നു. പോയി കഴിയുമ്പം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജലജ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുവാണ് ജാനകിക്ക്. ജാനകിയോട് പറയുന്നുണ്ട്, ഇവരിപ്പം സ്റ്റേഷനിലോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല, ഇനി ആ കേസ് അനാമികയായിട്ട് തന്നെ പിൻവലിച്ചാലല്ലാതെ എനിക്ക് ജാമ്യം കിട്ടാനും പോകുന്നില്ല, അവളെ ആരെങ്കിലും പോയി കണ്ട് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും പോകുന്നു. ആകെ വിഷമിച്ച് നിൽക്കുവാണ് ജാനകി. ഏതായാലും ദേവേനി സ്റ്റേഷനിലോട്ട് എത്തുന്നു. സിയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സക്രിയ വന്ന് ഇങ്ങനെ ആദർശിൻ്റെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം, അയ്യോ അവരവിടെ ഇരുത്തേണ്ട കാര്യമില്ലായിരുന്നു, ഇങ്ങോട്ട് കയറ്റി വിടാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ ദേവേനി അകത്തോട്ട് വരുന്നെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ചോദിക്കും, ആദർശൻ്റെ അമ്മയല്ലേ, എനിക്കറിയാം, ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മാഡം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് എനിക്കറിയാം, അനിയുടെ കാര്യത്തിനല്ലേ, അവൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇന്ന് തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയതാണ് ജാമ്യം കിട്ടുമോ എന്നറിയാൻ വേണ്ടി, പക്ഷേ ഇന്ന് കൊണ്ടുപോയാൽ ശരിയാകുകയില്ല, ഇപ്പോഴത്തെ മജിസ്ട്രേറ്റ് ഒത്തിരി കടുംപിടുത്തക്കാരനാണ്, സ്ത്രീകൾക്കെതിരെയുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ അതിക്രമം എന്ന് കേട്ടാൽ അന്നേരം വേറെ ഒന്നും നോക്കാതെ റിമാൻഡ് ചെയ്ത് കളയും, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു, ഇനിയിപ്പോൾ ഇതിനകത്ത് ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, ആ പെൺകുട്ടി, കേസ് കൊടുത്ത പെൺകുട്ടി നാളെ കോടതിയിൽ ഹാജരാകരുത്, ആ രീതിയിൽ പുറത്ത് വെച്ച് എന്തെങ്കിലും ഡീലിങ്സ് നടത്തിയാൽ മാത്രമേ അനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അനി റിമാൻഡ് ചെയ്യും, ജയിലിലേക്ക് പോകും എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവയാനിക്ക് ആകെ വിഷമാട്ടോ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അവൻ അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ഒരു ആൺകുട്ടിയല്ല, അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പം സിയെ പറയുന്നുണ്ട്, അങ്ങനെ ലോക്കപ്പിൽ കിടത്തണം എന്നൊന്നും ഞങ്ങൾക്കും ഇല്ലായിരുന്നു, പക്ഷേ മുകളിൽ നിന്ന് ഭയങ്കര സമ്മർദ്ദമുണ്ട്, അവർ ചിലപ്പം മിന്നൽ പരിശോധനയ്ക്ക് വരുമ്പം സെല്ലിൽ ഇട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജോലി പോകും, അതുകൊണ്ടാട്ടോ എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യണമല്ലോ, അത് ഞാൻ പരാതിയൊന്നും പറയുന്നില്ല എന്ന്. എന്നിട്ട് പറയും, ചോദിക്കും, എനിക്ക് അനിയൊന്ന് കാണാൻ പറ്റുമെന്ന്. അന്നേരം കണ്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അവിടുന്ന് നേരെ അനിയുടെ അടുത്തോട്ട് വരുവാണ്. അപ്പോൾ അനി അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുക കേട്ടോ.
അത് കാണുന്ന ദേവയാനിക്ക് ഭയങ്കര സങ്കടം. ദേവയാനി അനിയെ വിളിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്ത് പരിപാടിയായി കാണിച്ചത്? നീ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നീ ജയിലിലേക്ക് പോയാലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. അവൾ നിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വന്നതല്ലായിരുന്നു, മോൻ എന്തിനാ അതിന് നിന്ന് കൊടുത്തത് എന്നൊക്കെ ചോദിക്കുവാണ്. റാണി പറയുന്നുണ്ട്, അവൾ പറയുന്നത് കേട്ട ആരാണേലും തല്ലിപ്പോവും. അവൾ പറഞ്ഞത് എന്താണെന്നും എങ്ങനെയാണെന്നും ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ആ തല്ല് അവൾ ഇരന്ന് മേടിക്കാൻ വേണ്ടി വന്നതാണ്. എങ്കിൽ മാത്രമല്ലേ മോനെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അവൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് അവൾ മനഃപൂർവ്വം ചെയ്തപ്പം അത് തിരിച്ചറിയാൻ മോന് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ സങ്കടം പറയുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അനാമികയെ കണ്ടിട്ട് മോനെ രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കും എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ കിടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവളുടെ കാല് പിടിക്കാൻ വലിയമ്മ പോകരുത് എന്ന് പറയുമ്പം നീ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി നന്ദുവിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. അന്നേരം നന്ദു ഭയങ്കര റെസ്പെക്റ്റോട് കൂടി അവ ആൻറ്റി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് സ്വീകരിച്ചിരുത്തുന്നു. അന്നേരം ഈ സങ്കടങ്ങളൊക്കെയാണ് പറയുന്നത്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാനും ചില മാർഗ്ഗങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അയാൾ നാട് മൊത്തം നടന്ന് പണം കടം മേടിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ കടം കൊടുത്ത് ആരേലും ഒന്ന് കിട്ടുവാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി മേടിച്ചിട്ട് ഞാൻ അയാളെ ഇവിടെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ, അനി എങ്ങനെയെങ്കിലും പുറത്ത് ഇറക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അനാമികയെ പോയി കാണാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നന്ദുവിനും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അതിൻ്റെ ആവശ്യമില്ല ആൻറ്റി എന്ന് പറയുമ്പം പിന്നെ അനിയെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്? അവൻ സെല്ലിൽ കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ആദർശിനെ പോലെ തന്നെയാണ് എനിക്ക് അവനും. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണം. ഞാൻ നോക്കട്ടെ, അവളെ ഒന്ന് കണ്ട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദേവേനി അവിടെ നിന്ന് പോരുന്നത്. അത് കേൾക്കുമ്പം നന്ദുവിന് ആകെ വിഷമമാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ദേവേനി നേരെ അനാമികയുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അന്നേരം ആദ്യമേ കാണുന്നത് രേവതിയാണ്. രേവതിക്ക് ഭയങ്കര പുച്ഛമാണ് മുഖത്ത്. ബാക്കിയുള്ള വേണുവും അനാമികയും ഒക്കെ അങ്ങോട്ട് വരും. ദേവേനി അകത്തോട്ട് കയറി ചെല്ലുന്നേക്കും. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആരും ക്ഷണിച്ചൊന്നും ഇല്ലായിരുന്നല്ലോ, ഇങ്ങോട്ട് വരേണ്ട കാര്യവും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. അതുപോലെ വേണുവും പറയുന്നുണ്ട്, ആരിങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. അവൻ എൻ്റെ മോളിലെ കർണത്തടിച്ചു, ആ പാട് മാഞ്ഞു പോയാലും അവൻ ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് അങ്ങനെ മാറുന്നതൊന്നും അല്ല എന്നൊക്കെ പറയുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവനൊരു കയ്യബദ്ധം പറ്റിപ്പോയി, അതിന് എന്ത് കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറാണ് എന്ന്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല, അവൻ ജയിലിൽ പോയി കിടക്കണം, എങ്കിലേ അവൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരുള്ളൂ, അവനൊന്ന് ഒതുങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനാമിക പറയുവാണ്. അന്നേരം രേവതിയും പറയുന്നുണ്ട്, എന്നെ കുഞ്ഞിനെ തല്ലിയിട്ട് അവൻ അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട, ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു. അന്നേരം വീണ്ടും റിക്വസ്റ്റ് ചെയ്യുവാണ് ദേവയാനി, വേറെ നിവൃത്തിയില്ല, അവനെ അങ്ങനെ സ്റ്റേഷനിൽ ജയിലിൽ കിടത്തേണ്ട ഒരുത്തനല്ല അവൻ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നൊക്കെ ദേവയാനി പറയുവാണ്. അന്നേരം നേരിട്ട് പറയാതെ വേണു പറയുവാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഞങ്ങളുടെ വക്കീലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വക്കീലിനെ പോയി കണ്ടാൽ മതി എന്ന്. അന്നേരം വക്കീലല്ലല്ലോ, കേസ് പിൻവലിക്കേണ്ടത് ഇവളല്ലേ എന്ന് ദേവയാനി ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, ഞാൻ കേസ് പിൻവലിക്കുകയല്ല, അവൻ അകത്ത് പോട്ടെ, ജയിലിൽ പോകട്ടെ, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് അനാമിക പറയുന്നുണ്ട് കേട്ടോ. ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പോലും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും വേണുവിനോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ വേണു പറയുവാണ്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പോയി ഞങ്ങളുടെ വക്കീലിനെ കാണാൻ, എന്താ ചെയ്യേണ്ടതെന്ന് വക്കീൽ പറഞ്ഞു തരും എന്ന് പറയുവാണ്. അന്നേരം വക്കീൽ എവിടെയാണ്, ഏത് വക്കീലാണെന്ന് ചോദിക്കുമ്പോൾ, ഇനി അത് ഞങ്ങൾ കാണിച്ചു തരണം, അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് കണ്ടാൽ മതി, അവിടെ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും കാണിച്ചു തരും എന്നൊക്കെ പറയുന്നു. ദേവേനെ അവിടുന്ന് വിഷമിച്ച് ഇറങ്ങി പോരുവാണ്. പോന്നു കഴിയുമ്പോൾ ഇവർക്ക് മൂന്നുപേർക്കും ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരും. അന്നേരം നമ്മൾ ഒട്ടും വിട്ടുകൊടുക്കരുത്, എന്തൊക്കെ കോംപ്രമൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി ബലം പിടിക്കണം, പിന്നെ വക്കീൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഏതായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട്, നല്ലൊരു എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് വേണുവിന്. പിന്നെ ദേവയാനി ഇങ്ങനെ കാണാൻ വരുന്നുണ്ട് എന്ന കാര്യം നേരത്തെ വിളിച്ച് പറ എന്ന് പറയുമ്പം അത് വിളിച്ച് പറയാനായിട്ട് റെഡിയായി സന്തോഷത്തോടെ നിൽക്കുന്ന 3 പേരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.